എൻ്റെ ലൈഫ് ഇങ്ങനെ കൂനിപ്പോയോ, ഇനി ഞാൻ നിവരത്തില്ലയോ എന്ന് നൂറുകണക്കിന് ചോദ്യങ്ങൾ നിന്റെ മനസ്സിനകത്ത് തലപൊക്കി. സാമ്പത്തിക തലം ഇടിഞ്ഞുപോയി, ആത്മിക തലം ഇടിഞ്ഞുപോയി, ശാരീരിക തലം ഇടിഞ്ഞുപോയി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനം. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. പരിശുദ്ധാത്മാവ് ഇന്ന് വചനം കേൾക്കുന്ന ചിലരുടെ മേൽ ജീവിതത്തിൽ ഒരിക്കൽ ഉയരുവാൻ കഴിയാതെ, തലപൊക്കുവാൻ കഴിയാതെ നിങ്ങളുടെ മേൽ ശത്രു വെച്ച് കെട്ടിയിരിക്കുന്ന നുകങ്ങളെ ആത്മക്കണ്ണുകളിൽ കൂടെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ തിരുവചന ധ്യാനം. എൻ്റെ ലൈഫ് ഇങ്ങനെ കൂനിപ്പോയോ, ഇനി ഞാൻ നിവരത്തില്ലയോ എന്ന് നൂറുകണക്കിന് ചോദ്യങ്ങൾ നിന്റെ മനസ്സിനകത്ത് തലപൊക്കി. സാമ്പത്തിക തലം ഇടിഞ്ഞുപോയി, ആത്മിക തലം ഇടിഞ്ഞുപോയി, ശാരീരിക തലം ഇടിഞ്ഞുപോയി. നിവർന്ന് നടക്കുവാൻ കൊതിച്ചിട്ടും നിവരുവാൻ കഴിയാതെ, വേദപുസ്തകത്തിൽ കൂനിയായൊരു സ്ത്രീയുടെ ചരിത്രം പറയുന്നത് പോലെ ജീവിതത്തിൽ നിവരുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരെ പരിശുദ്ധാത്മാവ് ഇന്ന് കാണുകയാണ്. ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അഭിഷേകത്തിന്റെ മുമ്പിൽ നിന്റെ മേൽ വെച്ചിരിക്കുന്ന നുകങ്ങൾ തകർന്നു വീഴും. ശത്രുവിന് നുകം വെക്കുവാൻ കഴിയുമെങ്കിൽ, പിശാചിന് നുകം വെച്ച് കെട്ടുവാൻ കഴിയുമെങ്കിൽ, ആ നുകത്തെ ഒട്ടിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് കഴിയും. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നതാണ് നുകത്തിന്റെ കീഴിൽ വെച്ച് പൂട്ടുന്ന കാളകളുടെ ചിത്രം. ഒരു നുകം അമി വെച്ചാൽ ഒരു 2 കാളകളെ 2 സൈഡിൽ വെച്ചിട്ട് ആ നുകത്തിൽ നിന്ന് 2 കയറ് കാളയുടെ കഴുത്തിൽ കൂടെ ഇട്ട് ബ്ലോക്ക് ചെയ്യും. പിന്നെ ആ നുകത്തിന്റെ കീഴിൽ നിന്ന് ആ കാള സ്വതന്ത്രനാകണമെങ്കിൽ ആ നുകം വെച്ചവൻ എടുക്കണം. എന്നാൽ ഇവിടുത്തെ ഒരു പ്രമാണം പറയാം, നുകം വെച്ചത് മനുഷ്യനാകാം, നുകം വെച്ചത് പിശാചാകാം, പക്ഷെ ആ നുകം ഒടിക്കുന്നത് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകമാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വന്നിറങ്ങിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാമ്പത്തിക നിലം ഇടിച്ചു കളഞ്ഞ, നിങ്ങളുടെ ശാരീരിക നിലം ഇടിച്ചു കളഞ്ഞ, നിങ്ങളുടെ മാനസിക നിലം ഇടിച്ചു കളഞ്ഞ സകല നുകങ്ങളെയും പൊട്ടിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് ഈ വചനം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ വരികയാണ്. അഭിഷേകം നിമിത്തം നുകങ്ങൾ തകരും. ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാം, കർത്താവേ, ആ അഭിഷേകം എന്റെ മേൽ വരണമേ. അഹ്റോന്റെ തലയിൽ ഒഴിച്ച അഭിഷേക തൈലം അവന്റെ താടി വഴി ഒഴുകി വസ്ത്രത്തിന്റെ വെളിമ്പ് വരെ ഒഴുകി ഇറങ്ങിയതുപോലെ ഒരു രാജകീയ അഭിഷേകം നിന്റെ ശിരസുകളിലൂടെ ഒഴുകി ഇറങ്ങി നിന്റെ ലൈഫിനെ തകർത്തു കളഞ്ഞ സകല നുകങ്ങളെ ഒടിച്ചെടുക്കുന്ന കൃപ ഇന്ന് വ്യാപരിച്ചു തുടങ്ങട്ടെ. കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കുക. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശത്രു നുകം വെച്ച് കെട്ടിയിട്ട് ഇനി മുന്നോട്ട് വിടത്തില്ലെന്ന് പറയുമ്പോൾ ആ നുകത്തെ ഒടിക്കുന്ന അഭിഷേകം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ഈ നിമിഷം വരട്ടെ കർത്താവേ. അവരുടെ നുകങ്ങൾ ഒടിഞ്ഞു മാറട്ടെ, അവർ സ്വതന്ത്രരാകട്ടെ കർത്താവേ. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നീ തല ഉയർത്തുവാൻ സമയമായി. ഗോഡ് ബ്ലസ്.